ഈ എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു, ഒന്നും മിണ്ടുന്നില്ലല്ലോ. എന്തുപറ്റി? എന്തായാലും പറഞ്ഞോളൂ. ഓ, കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. എന്നാ ഞാൻ പറയട്ടെ, അന്നൊരു ദിവസം ഇയാള് മൂഡ് ഓഫ് ആയിപ്പോ ഞാൻ രാത്രിയിൽ പുറത്തുകൊണ്ടേ ഉഷാറാക്കിയില്ലേ? അതുപോലൊരു റിലീഫ് കിട്ടാനല്ലേ എന്നെയും കൂട്ടി വന്നത്, അല്ലേ? എന്നാ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? എനിക്കറിയാൻ കറക്റ്റ് ആണെന്ന്. ഞാൻ ആരാ മോൻ? ശരിക്കും പറഞ്ഞാലേ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പുറത്തു വരുന്നത് നല്ലതാണേ. ഇയാൾക്ക് എപ്പോഴാണോ ഇങ്ങനെ വരാൻ തോന്നുന്നത് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി, നമുക്ക് വരാം. ഓക്കെ? അയ്യോ, അതിനല്ല. ആ. ഇയാളോട് കുറച്ച് കാര്യങ്ങൾ പറയാനാ ഞാൻ പുറത്തേക്ക് പോവാന്ന് പറഞ്ഞത്. സംസാരിച്ചോ? അതെങ്കിലും നമ്മൾ പുറത്തേക്ക് വന്നല്ലോ, സന്തോഷം. നമ്മുടെ കല്യാണം എങ്ങനെ നടന്നെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? എന്തൊരു ചോദ്യമാണിത്, എനിക്കത് മറക്കാൻ പറ്റുമോ? അയ്യോ, നമ്മൾ രണ്ടുപേരും ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചവരല്ല. ഇങ്ങനൊരു ബന്ധത്തിന് എനിക്കോ നിങ്ങൾക്കോ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. നിവർത്തികേടുകൊണ്ട് ഇങ്ങനൊരു വിവാഹം കഴിക്കേണ്ടി വന്നാന്ന് നിങ്ങൾക്ക് അറിയാലോ. എടോ, അതൊക്കെ എന്തിനാ വീണ്ടും പറയുന്നേ? ഈ നാടകംകളി തീർക്കണ്ടേ? മനസ്സിലായില്ല. ഈ കല്യാണത്തിന്റെ കുടുക്കിന്ന് നമുക്ക് രണ്ടുപേർക്ക് രക്ഷപ്പെടണ്ടേ? ഈ രക്ഷപ്പെടാനായിട്ട് നമ്മൾ ആപത്തിലൊന്നും അല്ലല്ലോ വന്നുപെട്ടിരിക്കുന്നത്. എന്താ തമാശയാണോ? ഒരു കണക്കിന് ഇതൊരു ആപത്ത് തന്നെയാ. നേരത്തെ രക്ഷപ്പെട്ടില്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി ബുദ്ധിമുട്ടാവും. അല്ല, നമ്മുടേതൊരു ബൊമ്മ കല്യാണമാണെന്ന് നമുക്കറിയാലോ, പിന്നെന്താ പ്രശ്നം? നമുക്ക് മാത്രല്ല, അത് നിയമത്തിനും കൂടി അറിയണം. മനസ്സിലായില്ല. പോലീസ് സ്റ്റേഷനിൽ വെച്ച് അന്ന് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഈ കല്യാണം നിയമപ്രകാരം വാലിഡ് ആണ്. അത് നിയമപ്രകാരം തന്നെ ഇൻവാലിഡ് ആവണം. നമുക്ക് രണ്ടുപേർക്കും രണ്ട് ജീവിതങ്ങളുണ്ട്. അതിനിതൊരു തടസ്സമാവരുത്. അതുകൊണ്ട് നമുക്ക് ഡിവോഴ്സ് ചെയ്യണം. ഡിവോഴ്സ് എന്തിന്? നിങ്ങൾ എന്തിനാ ശരിക്കും ഒരു കല്യാണം കഴിച്ച് ഡിവോഴ്സ് ചോദിക്കുന്ന പോലെ ഇങ്ങനെ ഷോക്കാവുന്നേ? അല്ല, അതല്ല, ഇത്ര പെട്ടെന്നൊരു ഡിവോഴ്സ് ഒക്കെ അതെന്തിനാന്ന് വിചാരിച്ച് ചോദിച്ചതാ. ഇപ്പൊ തന്നെ വൈകിപ്പോയി. ഒരാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയില്ലാതെ പെട്ടുപോയതാ ഇതില്. ഇതിപ്പോ അതിലും വലിയ ആപത്തായിട്ട് മാറാൻ പോവാ. നിധി, ആപത്തോ? എന്റെ സംശയം നമുക്ക് രണ്ടുപേർക്ക് മാത്രം ഇതൊരു ഫേക്ക് മാരേജ്. നിയമത്തിനും ബാക്കിയുള്ളവർക്കൊക്കെ ഇത് ഒറിജിനലാ. അത് മാറണം. അല്ല, അത് ശരി. പക്ഷേ ഒരു പക്ഷേയില്ല. എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ബുദ്ധിമുട്ടാവും. എന്ത് ബുദ്ധിമുട്ട്? സുധീഷ് എന്താ ബുദ്ധിയില്ലാത്തവർ ചോദിക്കുന്ന പോലെ ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കുന്നത്? നാളെ ഇയാൾക്ക് മറ്റൊരു കല്യാണം കഴിച്ച് ജീവിക്കാൻ ഇതൊരു തടസ്സമാണ്. അതുപോലെ എനിക്കും. നിധി, വേറൊരു കല്യാണോ? ഞാനോ? ഇയാളെന്താ സന്യസിക്കാൻ പോവാണോ? എന്നാലും എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ജീവിക്കാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പൊ തന്നെ ആളുകൾ എല്ലാരും നമ്മുടെ ഇത് ശരിക്കുള്ള കല്യാണമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു. നാളെ അതല്ലാന്ന് മനസ്സിലാവുമ്പോ എന്നാൽ എന്തുകൊണ്ടാ ഇത്രയും കാലം ഡിവോഴ്സ് ചെയ്ത് നടന്നതെന്ന് ചോദിക്കില്ലേ? നാളുകൾ കൂടുന്തോറും നിയമത്തിന്റെ മുൻപിൽ അത് കൂടുതൽ വാലിഡ് ആവില്ലേ? അതുകൊണ്ടാ ഞാൻ പറയുന്നത്. ഇത്രയും ഞാൻ ആലോചിച്ചിരുന്നില്ല. എന്റെ എടുത്ത് പറഞ്ഞപ്പോഴാ ആ സീരിയസ്നെസ് എനിക്ക് മനസ്സിലായത്. മഹാഭാവി. അത് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഫ്രീ ആവുമല്ലേ? അതെ. എനിക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ? ഇനി വേണ്ട. ഇങ്ങനൊരു വിവാഹം കഴിക്കാൻ എനിക്ക് കാരണം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നല്ല. എന്നിട്ട് എന്നെ സഹായിക്കാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തു. ഇത്രയും വൈകിയതിന് സോറി. നാളെ രാവിലെ പുലർന്നാൽ ആദ്യം ചെയ്യേണ്ടത് ഡിവോഴ്സിന്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാ. ഓക്കെ? ചെയ്യാം. എന്നപ്പോ നാളെ രാവിലെ പുലർന്നാൽ ആദ്യം ചെയ്യേണ്ടത് ഡിവോഴ്സിന്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാ. ഓക്കെ? രാവിലെ തന്നെ കോട്ടുമായിട്ട് തുടങ്ങിയോ? രാവിലെ വന്ന കോട്ടുപോയ പിന്നെ ഉച്ചവരെ പിടിച്ചു വെക്കാൻ പറ്റുമോ? എന്തെങ്കിലും പണി ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഉറക്കം തോന്നില്ല. എന്താ ഞാനും വീട് തുറക്കാൻ നിൽക്കണോ? ചെയ്ത എന്താ കുഴപ്പം? സ്വന്തം വീടിന്റെ. എത്ര ഏതായാലും ഈ വീട് ഇങ്ങനെയൊക്കെ തന്നെ നിൽക്കും. മനുഷ്യൻ ഇന്നലെ ശരിക്കും ഉറങ്ങിയിട്ടില്ല. എന്താ പറ്റി? രാത്രി പറമ്പ് കളിക്കാൻ പോയോ? ഇല്ലല്ലോ, ഇവിടെ കിടന്ന് പോത്തോലെ ഉറങ്ങുന്നുണ്ടായിരുന്നല്ലോ. കണ്ണടച്ച് കിടക്കുന്നതെല്ലാം ഓർക്കണമെന്ന് ആരാ പറഞ്ഞേ? ഞങ്ങൾ അങ്ങനെ കിടന്ന് ഉറങ്ങാറ്. ഞാൻ ആലോചിക്കുമ്പോഴും കണ്ണടയ്ക്കാറുണ്ട്. രാത്രി മുഴുവൻ അപ്പൊ ആലോചിക്കായിരുന്നോ? അല്ലാതെ പിന്നെ അങ്ങനെ ഒരു ബോംബല്ലേ ഇന്നലെ പൊട്ടിയത്? ബോംബോ? അല്ലാതെ പിന്നെ രാത്രി വിളിച്ചോണ്ടിട്ട് പറഞ്ഞാ തോന്നാ. പറഞ്ഞാലെന്താ തെറ്റ്? പറഞ്ഞാലൊരു തെറ്റുമില്ല. കേൾക്കുന്നവർ എന്ത് വിചാരിക്കുന്ന ആലോചിക്കാതാണ് തെറ്റ്. എനിക്ക് മനസ്സിലായില്ല. അതാ പറഞ്ഞ. നിങ്ങക്ക് എന്താ പ്രശ്നം? എനിക്കൊന്നും അല്ല പ്രശ്നം, മറ്റുള്ളവർക്കാ. മറ്റുള്ളവർക്ക് എന്താ പ്രശ്നം? അത് പിന്നെ ഈ സുഭാഷിന്റെ പ്രശ്നം ഉണ്ടാവൂലേ? എന്താ പ്രശ്നമേ? അത് ശരി, വിഷമുണ്ടാവില്ല എന്നാണ് കരുതിയിരിക്കുന്നത്. നമ്മൾ രണ്ടുപേരും ശരിക്കും വിവാഹം കഴിഞ്ഞാലല്ലെന്ന് സുഭാഷ് ചേട്ടന് അറിയാം. അങ്ങനെയുള്ള രണ്ടുപേര് ഒരു കാരണമില്ലാതെ ഒരു വീട്ടിൽ ജീവിക്കുമ്പോഴല്ലേ വിഷമം ഉണ്ടാവേണ്ടത്? നമുക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള അനാവശ്യമായ കെട്ടുപാട് പൊട്ടിച്ചു കളയുന്നതില് സുഭാഷ് ചേട്ടൻ സന്തോഷിക്കുകയല്ലേ ചെയ്യാ? അപ്പോ ഹരീഷും നികേഷും ഒക്കെയോ? അവരുടെ ജീവിതത്തെ കുറിച്ച് ഓർത്തിട്ടാണോ സുധീഷ് ഇത്രയും കാലം ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്? പറഞ്ഞിട്ടുള്ള ഒരുപാട് നുണകളുടെ കൂട്ടത്തിലെ ഒരു നുണയായിട്ട് അവരിതും കണക്കാക്കിക്കോളും. അല്ല, എപ്പോഴും നമ്മൾ ഇറങ്ങുന്നേ? എങ്ങോട്ട്? ശരി. അപ്പൊ ബാക്കിയെല്ലാം കാണാൻ പോണ്ടേ? അതൊക്കെ പോവാം, സമയമുണ്ടല്ലോ. ഇങ്ങനെ വിചാരിച്ചിരുന്നാലേ ഇനിയും നാളുകൾ കടന്നു പോകും. അതിപ്പോ ഒരു നല്ല വക്കീലിനെ കണ്ടുപിടിക്കണ്ടേ? അതിന് എത്ര സമയം വേണം? ഒരു 3 ആഴ്ച സമയം വേണം. ഇനിയും 3 ആഴ്ചയോ? നല്ലൊരാളെ കിട്ടണ്ടേ? വല്ല പൊട്ട വക്കീലിനെ വെച്ച് വാദിച്ച അവസാനം ജഡ്ജി ഡിവോഴ്സ് തന്നില്ലെങ്കിലോ? വാദിച്ച് ജയിക്കാനും വിധിക്കാനും ഇത് അങ്ങനെ ഒരു കേസല്ലല്ലോ. ഇത് നമ്മൾ തമ്മിലുള്ള ഒരു മ്യൂച്വൽ ഡിവോഴ്സ്. ഒരു കോംപ്ലിക്കേഷൻ ഇഷ്യൂവും ഇതിലില്ല. അതിന് പറ്റുന്ന ഒരു വക്കീലിനെ ഞാൻ നോക്കി കണ്ടുവച്ചിട്ടുണ്ട്. അപ്പം അതും കണ്ടുവച്ചിട്ടുണ്ടല്ലേ? എന്റെ കാര്യം ഞാൻ സ്പീഡാക്കിയല്ലേ പറ്റൂ. സുധീഷ് പോയി റെഡിയാവും. ഞാനും ഇപ്പൊ ഇറങ്ങാം. ഈ പണി കഴിഞ്ഞു. അത് ശരി. നിധിക്ക് എല്ലാ കാര്യം പെട്ടെന്ന് നടക്കണമല്ലേ? അതെ, അതല്ലേ നല്ലത്. ശരിയാ. ഇയാൾക്ക് തോന്നി വീട് വിട്ടു പോന്നു, ഇയാൾക്ക് തോന്നി കല്യാണം കഴിച്ചു, ഇപ്പൊ ഇയാൾക്ക് തോന്നിയപ്പോ ഡിവോഴ്സും. ഇതിൽ എനിക്ക് റോൾ ഇത്രേ ഉള്ളൂ അല്ലേ? ഇയാള് പറയുന്നതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു തരണം. ശരി, ആയിക്കോട്ടെ, ഇയാളുടെ ഇഷ്ടം. ഇത് സുധീഷിന്റെ കൂടി നന്മ എന്റെ മാത്രമല്ല. അതെ അതെ, അതെനിക്ക് മനസ്സിലായി. എന്നാ പിന്നെ എപ്പോഴാ വരേണ്ടെന്ന് ഞാൻ വക്കീലിനെ വിളിച്ച് ചോദിക്കട്ടെ?
ആയിക്കോട്ടെ. ഇത്രയും കഷ്ടപ്പെട്ട് നിന്നെ ഇവിടെ എത്തിച്ചത് ഡിവോഴ്സ് ചെയ്ത് വിട്ടുകളയാനാണോ? എന്ത് ചെയ്യും ദൈവമേ. അല്ല, എന്താ വേണ്ടത്? വക്കീൽ സാറിനൊന്ന് കാണണം. ഫോൺ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിരുന്നു. പേരെന്താ? നിധി. സുധീഷ്. ഞാൻ സാറിനോട് പറയാം. ഹലോ നിധി, ഞാൻ നിന്റെ മെസ്സേജ് കണ്ടിരുന്നു. അരുണേട്ടനുള്ളതുകൊണ്ട് വിളിക്കാൻ പറ്റിയില്ല. ഞങ്ങള് വക്കീലിന്റെ അടുത്ത് എത്തി. നന്നായി. എത്രയും വേഗം ഡിവോഴ്സ് വാങ്ങാൻ പറ്റുമോ അത്രയും വേഗം വാങ്ങാൻ നോക്കണം. ഇത്രയും നാളും ഇരുന്നത് തെറ്റായിപ്പോയി. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഓ അടുത്തേ, ഞാൻ എന്തായാലും വിളിക്കാം. സാറ് വിളിക്കുന്നുണ്ട്. വരും. ഹായ് സർ. ഇരിക്കൂ, പറയൂ. എന്താ വിഷയം? ഞങ്ങൾക്ക് ഡിവോഴ്സ് വേണം സർ. മ്യൂച്വൽ ഡിസിഷൻ ആണല്ലോ അല്ലേ? അതെ സർ. എന്താ അങ്ങനെയല്ലേ? അതെ സാർ ആണ്. പേരെന്താ? എന്റെ പേര് നിധി രാജീവ്. ഇത് സുധീഷ്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലായി? അത് 2 മാസമായി സർ. എത്ര? 2 മാസം. അതിനുള്ള ഡിവോഴ്സോ? കാരണം അത് ഞങ്ങള് പൊരുത്തപ്പെട്ടു പോയില്ല സർ. എന്താ പ്രശ്നം? എന്താണ് പ്രശ്നം? അത് സെറ്റ് ആവില്ല സർ. അത്രേ ഉള്ളൂ. സെറ്റ് ആവാത്തതിന്റെ കാരണമാ ചോദിച്ചത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തുപോകാൻ കഴിയുന്നില്ല സർ. ഞാനും സുധീഷും ടോട്ടലി ഡിഫറെന്റാ. ഒരു സെയിം വൈബ് ഇല്ല. കല്യാണം കഴിക്കുന്ന രണ്ട് വ്യക്തികളല്ലോടോ. അപ്പൊ നാച്ചുറലി രണ്ടുപേരും രണ്ടു തന്നെ ആയിരിക്കും. പിന്നെ ഒരു സ്പേസ് കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു സ്പേസ് വേണ്ടേ സർ? അതില്ലാത്തതാ പ്രശ്നം. ഒരേ നാട്ടുകാരാണോ? എന്റെ വീട് തക്കലില്ല. ഞാൻ തിരുവനന്തപുരം തന്നെ. കോടതിയിൽ ഡിവോഴ്സ് ചോദിക്കുമ്പോ കാരണം പറയണം. പകരം സെറ്റ് ആയില്ലെന്ന് പറയാൻ പറ്റൂ. മ്യൂച്വൽ ഡിവോഴ്സിന് കാരണം വേണ്ടല്ലോ സർ. കല്യാണം കഴിച്ചിട്ട് 2 മാസമല്ലേ ആയുള്ളൂ. കോടതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള കാരണം ബോധിപ്പിക്കേണ്ടി വരും. അല്ലെങ്കിൽ കോടതി കൗൺസിലിംഗിനായിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കൂടി നോക്കാൻ ആവശ്യപ്പെടും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റിയൊരു തെറ്റാ സർ ഈ കല്യാണം. അത് ഞങ്ങൾ ഏറ്റു പറഞ്ഞ പോരെ. നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാം. മിണ്ടായിരിക്കും, ഞാൻ സംസാരിച്ചോളാം. സർ, എനിക്ക് സുധീഷിനെ ഇഷ്ടമല്ല. സുധീഷിന് എന്നെ ഇഷ്ടമല്ല. സുധീഷിന് എന്തോ പറയാനുണ്ടല്ലോ. എന്താ സുധീഷേ? സുധീഷിന് ഇത് തന്നെ സർ പറയാനുള്ളത്. ഞങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടിയേ പറ്റൂ. സാറിന് പറ്റില്ലെങ്കിൽ ഞങ്ങൾ വേറെ വക്കീലിനെ കണ്ടോളാം. അല്ലെങ്കിലും എന്റെ പണി ആളുകളെ ഉപദേശിച്ച് നന്നാക്കലല്ലോ. ഒരു കാര്യം ചെയ്യും, ഡീറ്റെയിൽസ് ഞാൻ പെറ്റീഷൻ ഫയൽ ചെയ്യാം. ഹിയറിംഗ് ഡേറ്റ് അറിയിക്കുമ്പോ കോടതിയിൽ വന്നാൽ മതി. എന്തൊക്കെ ഡീറ്റെയിൽസ് വേണം? മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഉണ്ട് സർ. ലവ് മാരേജ് ആയിരുന്നോ? അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ? അതോ ലവ് മാരേജ് ആയിരുന്നോ? ലവ് മാരേജ് ആയിരുന്നു സാറേ. വെറുതെ അല്ല, കണ്ട ഉടനെ പ്രേമം തുടങ്ങും. കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും വൈബില്ല, സെറ്റ് ആകുന്നില്ല, തിരിച്ചു വീട്ടിലേക്ക് പോയാലോ സ്വീകരിക്കാൻ ആളുണ്ടെന്നുള്ള ഉറപ്പാ പുതിയ പിള്ളേർക്ക്. അത് നല്ലതല്ലേ സർ? കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും വൈബില്ല, സെറ്റ് ആകുന്നില്ല, തിരിച്ചു വീട്ടിലേക്ക് പോയാലോ സ്വീകരിക്കാൻ ആളുണ്ടെന്നുള്ള ഉറപ്പാ പുതിയ പിള്ളേർക്ക്. അത് നല്ലതല്ലേ സർ? ഞങ്ങൾ സംസാരിച്ച് ഉറപ്പിച്ചാ സർ. ഇനി എന്താ ചെയ്യേണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. രണ്ടുപേരുടെ ആധാർ കാർഡ് വേണം, എന്നാലേ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റും. ആധാർ കാർഡ് അല്ലേ? അത് ഞാൻ സാറേ സാറേ. ഇയാളുടെ ആധാർ കാർഡ് ഇല്ല സർ. ആധാർ കാർഡ് ഇല്ലേ? കല്യാണം പെട്ടെന്നായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുമ്പോ ആധാർ കാർഡ് എടുത്തില്ല. ആധാറോ അഡ്രസ്സും വയസ്സും തെളിയിക്കുന്ന ഏതെങ്കിലും ID പ്രൂഫ് ഇല്ലാതെ ഡിവോഴ്സിന് ഫയൽ ചെയ്യാൻ പറ്റില്ല. എന്റെ മാത്രം ആധാർ മതിയാവില്ലല്ലേ സാറേ? പോരാ, രണ്ടുപേരുടെയും വേണം. അറ്റ്ലീസ്റ്റ് ആധാർ നമ്പർ കിട്ടിയാലും മതി. അക്ഷയ കേന്ദ്രം വഴി നമുക്ക് ആധാർ എടുക്കാം. നമ്പർ? അല്ല, ഈ ആധാർ കാർഡ് ഇല്ലാതെ എങ്ങനെയാ നിങ്ങൾ വിവാഹം രജിസ്റ്റർ ചെയ്തത്? ആ കുട്ടിയുടെ ആധാർ അല്ലേ? ആധാർ ഇല്ലാതെ കല്യാണം രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല അല്ലേ സർ? കണ്ടിട്ട് പഠിച്ചവരെ പോലും ഉണ്ടല്ലോ. ഇതുപോലും അറിയില്ലേ? ഏജ് പ്രൂഫ്, അഡ്രസ് പ്രൂഫ്, ഇത് രണ്ടും അറിയാതെ എങ്ങനെ രജിസ്റ്റർ ചെയ്യും? ഒന്നുകിൽ ആധാർ കാർഡ്, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ID പ്രൂഫ്. അത് ഉറപ്പായും വേണം. എനിക്കറിയില്ല. ഇല്ല സർ, അതില്ലാതെ കല്യാണം നടന്നത്. അതില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല കുട്ടി. ഒരു കാര്യം ചെയ്യും, ഏതെങ്കിലും ഒരു ID പ്രൂഫ് ആയിട്ട് വാ. അപ്പൊ നമുക്ക് നോക്കാം. എന്നാ ശരി, കാണാം. ശരി സാർ. എന്ത് കാര്യത്തിനും ഇപ്പൊ ഈ ആധാർ കാർഡ് ഇല്ലാതെ പറ്റില്ലെന്നായല്ലോ. ഏതെങ്കിലും ID പ്രൂഫ് മതിയായിരുന്നു. ഇപ്പൊ അതും ഇല്ലല്ലോ. പക്ഷെ വക്കീല് ചോദിച്ചു കേട്ടില്ലേ, പ്രൂഫ് ഇല്ലാതെ എങ്ങനെയാ മാരേജ് എന്ന് രജിസ്റ്റർ ചെയ്തെന്ന്? അതിനെ ഞാനും വിചാരിക്കുന്നേ. അതപ്പൊ എങ്ങനെ നടന്നു? അതിനുത്തരം പറയണ നിങ്ങളല്ലേ? അത് എനിക്കെങ്ങനെ അറിയാൻ പറ്റും? എനിക്കറിയാമെങ്കിൽ അത് നിനക്കും അറിയാൻ പറ്റില്ലേ? നമ്മൾ ഒരുമിച്ചല്ലേ അവിടെ ഉണ്ടായിരുന്നത് അല്ലേ? ID പ്രൂഫ് ഇല്ലാതെ ഒരു ഹോസ്റ്റലിൽ പോലും അഡ്മിഷൻ കിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് നടന്നു? ശരിയാ, എങ്ങനെ നടന്നു ആവോ? എന്നോടാണോ ചോദിക്കുന്നത്? എന്റെ ആധാർ കാർഡ് ചോദിച്ചു, ഞാൻ കൊടുത്തു. ഞാൻ കരുതിയതേ നിധിയുടെ ആധാർ കാർഡും കൊടുത്ത് കാണുമെന്ന്. ഞാനാണ് കൊടുത്തെങ്കിൽ എന്റെ കയ്യിൽ കോപ്പി ഉണ്ടാവില്ലേ? അത് ശരിയാണല്ലോ. അല്ല, അതാ ഫോണിൽ ഉണ്ടായിരുന്നല്ലേ ആദ്യം പറഞ്ഞത്. ഇനിയിപ്പോ അതിൽ നോക്കിയിട്ട് അവർ കൊടുത്താണെങ്കിലോ? ഫോൺ അതിന് മുൻപേ പോയില്ലേ? അല്ല, പോയതിന് അതിന് ശേഷമാണെങ്കിലോ? പക്ഷെ കൊടുത്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെ എങ്ങനെയാന്ന്? അതിന്റെ കോപ്പി പോലീസ് സ്റ്റേഷൻ ഉണ്ടാവില്ലേ? അവിടെ പോയി ചോദിച്ചാലോ? നമുക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ട് പോവാം. നല്ല കാര്യായി. അവിടെ ചെന്ന് നമ്മൾ എന്ത് പറയും? കാര്യം പറയണം. ബെസ്റ്റ്. അതോടെ എല്ലാം തീരും. എങ്ങനെ? അയ്യടോ, കല്യാണം നടത്തി തന്നത് പോലീസുകാരല്ലേ? നമ്മൾ ഇത്ര പെട്ടെന്ന് ഡിവോഴ്സ് ചോദിക്കുന്നത് എന്തിനാണെന്ന് അവർ ചോദിക്കും. എന്ത് മറുപടി പറഞ്ഞാലും അവർക്ക് അത് ഉൾക്കൊള്ളാനാവില്ല. പ്രേമിച്ച് വീട് വിട്ട് ഓടിപ്പോകുന്നവർക്ക് ഇത്ര പെട്ടെന്ന് പിരിയാനാവില്ല എന്ന് അവർക്ക് അറിയാം. പോലീസുകാരാണ്. അവര് 2 ചോദ്യം ചോദിക്കും, നമ്മൾ കുടുങ്ങുകയും ചെയ്യും. അതൊക്കെ പോട്ടെ, എല്ലാം പുറത്തു പറഞ്ഞു കഴിഞ്ഞാലേ അതോടെ തന്റെ അച്ഛനെ വിളിച്ച് കാര്യം പറയും. അച്ഛനോടൊപ്പം വരാൻ പോകുന്നേ ആ ഓസ്ട്രേലിയൻ കങ്കാരം കൂടിയാണ്. പിന്നെ വീണ്ടും കല്യാണം. പ്ലെയിനിൽ കയറി ഓസ്ട്രേലിയയിൽ പോകുന്നു. അവന്റെ വീടിന്റെ അടുക്കളയിൽ ദോശ, പുട്ട്, ഇഡലി, കടലക്കറി, തോരൻ, ചോറ്, മീൻകറി, സാമ്പാർ, പപ്പടം, ചിക്കൻ, ചപ്പാത്തി. എളുപ്പത് പണിയായിരിക്കും. സ്വസ്ഥം ഗൃഹവർണം വിത്ത് കിച്ചൺ എഞ്ചിനീയറിംഗ്. എന്താ വേണം? വേണ്ട. എന്നാ കഴിഞ്ഞത് ഇവിടെ. ഇനി വരാനുള്ളത് ആലോചിക്കേ. ആധാർ നമ്പർ ഉണ്ടെങ്കിൽ പുതിയ ആധാർ എടുക്കാന്ന് വക്കീല് പറഞ്ഞില്ലേ? പറഞ്ഞു. അതെങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണം. അത് കിട്ടിയ പിന്നെ എല്ലാം പെട്ടെന്ന് അവസാനിപ്പിക്കാം. നമുക്ക് ആദ്യം നമ്പർ സംഘടിപ്പിച്ച് ആധാർ അപ്ലൈ ചെയ്യാം അല്ലേ? അതെ, ചെയ്യാം. എന്നിട്ട് ഇവിടേക്ക് വീണ്ടും വരാം. വരാം.
വരാം. വക്കീൽ ഓഫീസിൽ നിന്ന് വന്നപ്പോ മുതൽ ഫോണിൽ കുത്തിരിക്കണല്ലോ. പഴയ ഫോൺ പോയതുകൊണ്ട് ഗൂഗിൾ ഡ്രൈവിലോ മെയിലിലോ മറ്റോ ആധാർ കാർഡ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എവിടെയെങ്കിലും ഒരു കോപ്പി കിടപ്പുണ്ടെങ്കിൽ ഓക്കെ ആവില്ലേ? ദൈവമേ, എവിടെയും സേവ് ചെയ്ത് വെച്ചിരിക്കാൻ ഇടയാക്കല്ലേ. കിട്ടാതെ പോണേ. ഇവിടെ ഇല്ലേ ആര്? സുഭാഷ്? ഇല്ല. ഇവളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്ന? പാവം, ഞാൻ കാരണം പോലീസ് സ്റ്റേഷൻ വരെ കയറി ഒരുപാട് കഷ്ടപ്പെട്ടു. എനിക്ക് സുഭാഷിനെ ഒന്ന് കാണണം. സുഭാഷിയുടെ മാത്രല്ല, വീട്ടിലെല്ലാവരും പോലീസ് സ്റ്റേഷനിൽ കയറി. ഞാൻ നിക്കേഷ് അടക്കം. പാവം, അവൻ പഠിക്കുന്ന കുട്ടിയല്ലേ, അവനെ പോലും വെറുതെ വിട്ടില്ലല്ലോ. സോറി, എനിക്ക് എന്ത് വേണമെന്ന് അറിയില്ലായിരുന്നു. ഇതൊന്നും നടക്കാൻ പാടില്ലാത്തതായിരുന്നു. വീട്ടിലെനിക്ക് കല്യാണം ആലോചിക്കുക. ശരി, ഞാൻ ഇങ്ങോട്ട് വന്നത് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അങ്ങനെയല്ല. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നീ കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത്. സുഭാഷ് ചേട്ടൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇവിടെ ലോണ്ടറി സർവീസ് നടത്തുന്നുണ്ടോ? ഏറ്റവും താഴെയല്ല നികേഷ് വരെ തുണി അലക്കാൻ തുടങ്ങി. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? എനിക്ക് സുഭാഷിനെ അത്രയ്ക്ക് ഇഷ്ടം. വീട്ടുകാരനെ ആരുടെ തലയിൽ കെട്ടിവെച്ചാലും എനിക്ക് സുഭാഷിനെ മറക്കാൻ പറ്റില്ല.